ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർക്കോ മൂവിന്റെ വ്യാജ പതിപ്പ് അവൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒരുത്തൻ പ്രചരിപ്പിച്ച് അവൻ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് പ്രൈവറ്റ് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവൻ ലിങ്ക് അയച്ചു കൊടുക്കും. ഇതാണ് അവന്റെ പരിപാടി. ഇത് ഇവൻ തന്നെ ഷൂട്ട് ചെയ്താണ്, എന്ത് ഷൂട്ട് ചെയ്യാന്ന് അറിയത്തില്ല. എന്തായാലും അവനെ ഇന്ന് പൊക്കിയിട്ടുണ്ട്. ഇവനൊക്കെ എന്തിന്റെ കുത്തിക്കഴപ്പാണെന്ന് കൊണ്ട് മനസ്സിലാവുന്നില്ല. നമുക്ക് എന്തായാലും ന്യൂസ് കാണാം. വിജയകുമാർ അല്പസമയം മുമ്പാണ് ആക്ടിബ് ഹനാനെ സൈബർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. അതായത് ഇയാളുടെ സന്ദേശം ഇങ്ങനെയായിരുന്നു: ഈ ഇൻസ്റ്റാഗ്രാം വഴി തനിക്ക് പ്രൈവറ്റ് മെസ്സേജ് അയച്ചാൽ മാർക്കോ സിനിമയുടെ ലിങ്ക് അയച്ചു തരാം എന്നായിരുന്നു ഇയാളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ടാണ് മാർക്കോ സിനിമയുടെ നിർമ്മാതാക്കൾ ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള ആളുകൾ സൈബർ പോലീസിൽ പരാതി നൽകിയത്. തങ്ങളുടെ ചിത്രത്തിന്റെ വ്യാജ പതിപ്പ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി. തുടർന്ന് ഇയാളുടെ അക്കൗണ്ട് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സൈബർ പോലീസ് ഇന്ന് ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പ് ആലുവയിൽ നിന്ന് ആക്ടിബ് ഹനാനെ കസ്റ്റഡിയിൽ എടുത്തത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യും. മറ്റാർക്കെങ്കിലും ഈ കേസുമായി ബന്ധമുണ്ടോ, ഈ രാജപതിപ്പ് ആരാണ് ചിത്രീകരിച്ചത്, അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം നടത്തുമെന്ന് സൈബർ പോലീസ് അറിയിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മലയാള ചിത്രങ്ങളുടെ അല്ലെങ്കിൽ തമിഴ് ചിത്രങ്ങളുടെയൊക്കെ വ്യാജ പതിപ്പ് സജീവമായി ഓൺലൈനുകളിൽ ലഭ്യമാകുന്നു എന്നുള്ളത് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം അല്പം ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൽ കൃത്യമായ ഇടപെടൽ വേണമെന്ന് സിനിമാ സംഘടനകൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിൽ കൂടുതൽ ഗൗരവത്തോടുകൂടി സർക്കാർ ഇടപെടേണ്ട സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇവൻ അറിയാത്തതാണോ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന് പൊട്ടനാണ്, ഇവൻ വിവരമില്ലാത്തവനാണെന്ന് തോന്നുന്നു. ഇവൻ തന്നെ സ്വന്തമായിട്ട് ഷൂട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. ഇവനൊരു വെടലയാണെന്നെങ്കിലും വിചാരിക്കാം. പക്ഷെ ഈ മൊബൈലിനകത്ത് ഷൂട്ട് ചെയ്ത ഈ പകർത്തിയ സാധനം വരെ കാണാൻ ആൾക്കാരുണ്ടെന്നുള്ളതാണ് കോമഡി. അല്ലെങ്കിൽ കോമഡി എന്ന് പറയാൻ ദയനീയാവസ്ഥ എന്ന് പറയണം. ഇന്നത്തെ കാലത്ത് ഒരു സിനിമ ഇറങ്ങി ഒരു മാസത്തിനുള്ളിൽ OTT-ൽ ഇറങ്ങി കിടിലം പ്രിന്റ് ലഭ്യമാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്റെയൊക്കെ ചെറുപ്പ സമയത്തൊക്കെ ആണെങ്കിൽ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6-7 മാസമൊക്കെ കാത്തിരിക്കണം, അല്ലെങ്കിൽ ഒരു കൊല്ലമൊക്കെ കാത്തിരിക്കണം. ഈ സാധനം അല്ല സൂര്യ TV-ക്കകത്തോ ഓണത്തിനൊക്കെ ആയിരിക്കും വരുന്നത്, ഓണത്തിനോ ക്രിസ്മസിനൊക്കെ ആയിരിക്കും വരുന്നത്. സൂര്യ TV-കകത്തോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനകത്തോ അങ്ങനെ വന്നിരുന്ന് ചീഞ്ഞ് അതിന്റെ ഫ്രണ്ട് ഇരുന്ന് കാണണം. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പണ്ട് രാജമാണിക്യം ഉമ്മാർ TV-യിലിട്ട് 2-2.5 മണിക്കൂറുള്ള സിനിമ 5-6 മണിക്കൂർ കൊണ്ടാണ് ഉമ്മാർ ഓടിച്ച് തീർത്തത്. കാര്യം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കാണിച്ചിട്ട് 20 മിനിറ്റ് പരസ്യം, ആ രീതിയിലുള്ള പരിപാടിയായിരുന്നു. അത്രയും ഗതി കിടന്നു ഇപ്പോഴുള്ളവന്മാർക്ക് ഇല്ലല്ലോ. ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ സാധനം കൈ കിട്ടും. OTT-ലോ ആമസോണിലോ എവിടെ ആണെങ്കിലും വെച്ചാൽ പോയി കാണാം. ഒരു ഗതിയും പരഗതി ഇല്ലെങ്കിൽ വല്ല ടെലിഗ്രാമിലെങ്കിലും പോയിരുന്നു കാണും. അത് ഇതിനേക്കാളും അന്തസ്സുണ്ടെന്ന് പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയുടെ ബിസിനസ് കംപ്ലീറ്റ് തീർന്നു. OTT-ൽ സിനിമ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു സിനിമയുടെ ബിസിനസ് കംപ്ലീറ്റ് തീർന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സിനിമയുടെ നിർമ്മാതാവിന് ഒരു തരത്തിലുള്ള നഷ്ടവും പിന്നെ ഉണ്ടാവത്തില്ല. ഈ OTT-നും ടെലിഗ്രാമിലോട്ട് സാധനം ചോർത്തിക്കൊണ്ട് പോകുന്നത് തെറ്റില്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഈ ഒരു തോന്നിവാസം അഫക്ട് ചെയ്യുന്ന പോലെ ആ ഒരു പരിപാടി സിനിമയുടെ കളക്ഷനെ അഫക്ട് ചെയ്യത്തില്ല. എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടാണ് ഈ എവനൊക്കെ ഈ മാതിരി വെടത്തരം കാണിച്ച് ഇങ്ങനെ കുട്ടിച്ചോറാക്കുന്നത്. മാർക്കോ ആണെങ്കിൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദിയിലൊക്കെ വൻ ഹിറ്റ്, 140 എക്സ്ട്രാ ഷോ ആണ് ഹിന്ദിയിലൊക്കെ ആഡ് ചെയ്യുന്ന പറയുന്നത്. ഉണ്ണിമൂന്നനൊക്കെ സ്റ്റോറിയും സ്റ്റാറ്റസും ഒക്കെ ഇട്ട് തകർക്കുന്നു പുള്ളിക്കാരൻ. ഹിന്ദിയിലൊക്കെ വൻ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരമാണ് അവൻ ഫോണിനകത്ത് ഷൂട്ട് ചെയ്തിട്ട് 2 എന്ന് പറഞ്ഞ് വിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന പരിപാടികൾ തിയേറ്ററുകാരാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തിയേറ്ററുകാരാണ് അത് മോണിറ്റർ ചെയ്യേണ്ടത്. എല്ലാവർക്കും ഒരു പരിപാടിയുണ്ട്. സിനിമ തുടങ്ങുന്ന സമയത്ത് അതിന്റെ ടൈറ്റിൽ ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ഇടാൻ വേണ്ടി മിക്കവാറും എല്ലാം ഇങ്ങനെ ഫോണും പൊക്കി പിടിച്ചോണ്ടിരിക്കും. തിയേറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പൊക്കി പിടിച്ചോണ്ടിരിക്കുന്നവന്മാര് ഇത് കഴിഞ്ഞ് ഇവന്മാരെ ഫോൺ താഴെ വെച്ചോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് തിയേറ്ററുകാരാണ്. പറ്റായിയൊന്നുമില്ല, പുറകെ നോക്കിയാൽ മതി. അതിനകത്ത് സ്ക്രീനകത്ത് വെളിച്ചം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. മാർക്കോ ആണെന്ന് തോന്നുന്നു ഏതൊരു മൂവി ഞാൻ കാണാൻ പോയ സമയത്ത് ഒരുത്തൻ സിനിമ തുടങ്ങിയിട്ടും അത് പിടിച്ചോണ്ടിരിക്കുവായിരുന്നു, ഈ സാധനം പിടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഈ ബാക്ക് ചെയ്യുന്ന ആ സ്റ്റാഫ് പിള്ളേർ കണ്ട് അവന്മാർ വന്ന് ഡയറക്റ്റ് പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്യണം. അവിടുന്ന് ഈ സാധനം കൺട്രോൾ ചെയ്യണം. ടിക്കറ്റ് എടുത്ത ആളുകളെ അകത്തോട്ട് കയറ്റി പ്രൊജക്ടറിനകത്ത് സിനിമ ഇട്ട് കഴിഞ്ഞാൽ തിയേറ്ററുകാരുടെ ഉത്തരവാദിത്തം കഴിയുന്നില്ല. ഓരോ ഷോ കഴിയുമ്പോഴും ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തണം. ഏതെങ്കിലും വിവരം കെട്ടവന്മാർ ഇങ്ങനെ ഫോണും പിടിച്ച് ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. സെക്ഷൻ 63 പ്രകാരം 3 കൊല്ലം വരെ തടവ് ശിക്ഷയും അതുപോലെ തന്നെ 2 ലക്ഷം വരെ ഫൈനും കിട്ടാവുന്ന കുറ്റമാണ് ഈ മാതിരി തോന്നിവാസം കാണിച്ചു കഴിഞ്ഞാൽ. ഈ പൊക്കിയവനെ കണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവനൊരു മാഫിയ വല്ലതും ആണോ എന്ന്. കാര്യം ഇവന് ബുദ്ധിയില്ല. ഇവന് ബുദ്ധി ഉണ്ടെങ്കിൽ അവൻ അത് സ്റ്റോറി ഇട്ടിട്ട് പ്രൈവറ്റ് ആയിട്ട് ഒന്ന് മെസ്സേജ് അയച്ചാൽ ലിങ്ക് അയച്ചു തരാം എന്നുള്ള പരിപാടിക്ക് അവൻ നിൽക്കത്തില്ല. എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ. അപ്പൊ മാർക്കോയിലെ മറ്റ് വിശേഷങ്ങളോട്ട് വരുവാണെങ്കിൽ മാർക്കോ 2 കൺഫേം ആക്കിയിട്ടുണ്ട്. മാർക്കോ 2 ഉടനെ ഉണ്ടാവില്ല, ടൈം എടുക്കും. അതിന്റെ സ്ക്രിപ്റ്റ് ഒക്കെ ഓൾറെഡി കൺഫേം ആണെന്ന് ഉണ്ണിമുകുന്ദൻ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു. ഇദ്ദേഹമാണ് ഹനീഫ് അദേനി, മാർക്കോന്റെ കൊച്ചാപ്പ. മാർക്കോന്റെ ഡയറക്ടർ ഹനീഫ് അദേനിയാണ്. ഇങ്ങേരുടെ ഒരു സാധനം ഞാൻ കണ്ട്. സാധനം പറഞ്ഞ മറ്റല്ല, ഒരു ചെറിയൊരു ക്ലിപ്പ്. എന്തോ പറയുന്നത്, ഞാൻ ഒരു വീഡിയോ കണ്ടേ, ഞാൻ കാണിക്കാതെ. ഈ സാധനം നിങ്ങളൊന്ന് കണ്ടു. ഓക്കെ, സ്റ്റോറിയാണ് അല്ലേ? പറ്റൂല, സംസാരിക്കൂല എന്ന് സർ. നല്ല എന്തെങ്കിലും പറഞ്ഞാൽ മതി. നല്ലൊരു സിനിമയല്ലേ? നല്ല സിനിമയാണോ?
ചോദിക്കാം. നമസ്കാരം. എബ്രഹാമിന്റെ സന്തതികൾ എന്ന് പറയുന്ന മൂവിയുടെ റിലീസുമായിട്ട് സംബന്ധിച്ച് എന്തോ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് പുള്ളി വന്നപ്പോൾ ഉള്ള പഴയ ഒരു സാധനമാണ് നിങ്ങൾ പോയി കണ്ടത്. ഈ എബ്രഹാമിന്റെ സന്തതികൾ മൂവി എഴുതിയേക്കുന്നത് ഹനീഫ് അദീനിയാണ്. അപ്പോൾ ഇത്രയും കൊടൂരമായ സിനിമ എടുത്ത ഹനീഫ് അദീനിക്ക് ഒരു പബ്ലിക്കിൽ നിന്ന് മൈക്കും പിടിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല, പേടി. ഇൻട്രോവേർട്ട് ആണ്. നമ്മുടെ പ്രഭാസും ഇതുപോലാണ്. പുള്ളി ഇതിന്റെ അപ്പുറം ഇൻട്രോവേർട്ട് ആണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സിനിമ എടുക്കണം, സെറ്റ് ആയിരിക്കും, പൊളിക്കും. ഇനി ഒരു ഇൻട്രോവേർട്ട് പ്രൊഡ്യൂസറിനോടെ കണ്ടുപിടിച്ചാൽ മതി, കിടിലമായിരിക്കും. ആരെങ്കിലും പറയുമോ ഗൈസ് ഇങ്ങനാണ് ഈ മാർക്കോ പടം എടുത്തു വെച്ചേക്കുന്നതെന്ന്? ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കൂ? എന്റെ മോനെ എന്തായാലും കൊള്ള ഓരോരുത്തരുടെയൊക്കെ. അപ്പൊ അതാണ് ഗൈസ്, കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല. എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ പിന്നെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ, ബൈ ബൈ.